കരുവാറ്റയിൽ കൊല്ലപ്പെട്ട ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അടിയേറ്റ് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. മുഖ്യ ആസൂത്രക 13-കാരിയെന്ന് പോലീസ്. കൊലപാതകത്തിന് മുൻപ് കൈകാലുകൾ ബന്ധിച്ചതുൾപ്പെടെ പ്രൊഫഷണൽ രീതിയിൽ. പിടിക്കപ്പെട്ട കുട്ടികൾ എല്ലാം ലഹരി ഉപയോഗിക്കുന്നവർ. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ പ്രതിഷേധം ശക്തം. മാനേജ്മെന്റിന്റെ ഉറപ്പിൽ തൃപ്തിയില്ലെന്ന് വിദ്യാർത്ഥികൾ. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അനുനയ ചർച്ച. മാസപ്പടിക്കേസിൽ വീണ്ടും ഇഡി റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന. PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് നന്ദുലാലിന്റെ വീട്ടിലും തെരച്ചിൽ. രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. നേട്ടങ്ങളിലേക്ക് വീണ്ടും വാതിൽ തുറന്ന് വിഴിഞ്ഞം. തുറമുഖത്ത് നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള കണ്ടെയ്നർ കവാടം തുറന്നു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമെന്ന് മുഖ്യമന്ത്രി. ഇല്ലാതെ ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റെന്ന പരാതിയുമായി യുവതി. പരാതി നൽകിയത് കൊല്ലം സ്വദേശിനി. വിറ്റത് വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ ഭർത്താവ് പകർത്തിയ ദൃശ്യങ്ങൾ. നാട്ടിലെത്തിയ ശേഷം ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം. ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് കൈമാറി. അർജുൻ ആയങ്കിക്കെതിരെ സംസ്ഥാനത്തൊട്ടാകെ 23 ക്രിമിനൽ കേസുകളെന്ന് റിപ്പോർട്ട്. പരിശോധിച്ചു വരികയാണെന്ന് കളക്ടർ. പാലാ നഗരസഭയിൽ അനിശ്ചിതത്വം തുടരുന്നു. വിമതർക്കിടെ തർക്കം തുടരുന്നു. വിമതർ ചൂണ്ടിക്കാട്ടിയാൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ഇടതുമുന്നണി. കേരള കോൺഗ്രസ് നേരിട്ട് ഭരണത്തിന് ശ്രമിക്കില്ലെന്നും വിശദീകരണം. മായ രാഹുൽ തന്നെ ചെയർപേഴ്സണാകുമെന്ന് കോൺഗ്രസ് വിമതൻ ടോണി തൈപ്പറമ്പൻ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ്. പട്ടികയിൽ പുറത്താകുന്നത് 1 കോടിയിലധികം പേർ. 3 മാസത്തേക്ക് നടപടി മരവിപ്പിച്ച് വീടുകളിലെത്തി സർവേ നടത്തണമെന്ന് പരാതിക്കാർ. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. BJP ദേശീയ നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് പിന്നാലെ മന്ത്രിസഭയിൽ മാറ്റങ്ങൾക്ക് സാധ്യത. സംഘടനാ ചുമതലയിലെത്തിയ പീയൂഷ് ഗോയലിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കും. കേരളത്തിൽ നിന്ന് മന്ത്രി ആരാകും എന്നതിൽ ആകാംക്ഷ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വാനോളം പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് രീതിയെയും വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾക്കും പ്രശംസ. പരാമർശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി നടത്തിയ സംഭാഷണം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനെ വീണ്ടും വിറപ്പിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിൽ 22 ആക്രമണങ്ങൾ. 26 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചെന്നും അവകാശവാദം. പ്രവിശ്യയുടെ 85% പ്രദേശങ്ങളും പിടിച്ചെടുത്തുവെന്നും വാദം. സ്വന്തമായി കറൻസിയും പതാകയുമായി ബലൂചിസ്ഥാനിൽ പിടിമുറുക്കി ബലൂച്ച് സൈന്യം. സഖ്യരാജ്യമായ ഒമാനെതിരെ ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഒമാൻ തടസ്സം നിന്നാൽ ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഭീഷണി. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കവേ അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഭീഷണി മുഴക്കിയതെന്ന് ഫോക്സ് റിപ്പോർട്ടർ. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് മുമ്പ് ഇരുപക്ഷവും ധാരണയിലെത്തിയതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ.
പിടിച്ചെടുക്കുന്ന ഓരോ ആയുധവും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുമെന്നും ഇസ്രായേൽ. സ്വയം പ്രതിരോധത്തിനുള്ള പൂർണ്ണ അവകാശം ഇസ്രായേലിനുണ്ട് എന്നും മുന്നറിയിപ്പ്. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലും 30 ദിവസത്തിനുള്ളിൽ പുരോഗതിയുണ്ടാകുമെന്ന് ജാരഡ് കുഷ്നർ.